ഹായ് ഓൾ, എല്ലാവർക്കും ജെഫ്സ് ഹോംലി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബീഫ് റോസ്റ്റ് ആണ്. അത് വളരെ സ്ലോ കുക്കിങ്ങിലാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഒരു വിറകടപ്പിൽ വെക്കേണ്ടതാണ്, പക്ഷെ നമ്മളിവിടെ ഒരു ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. പുതിനയും മല്ലിയും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ഒരു 4 മീഡിയം സൈസ് സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മൂടി മാറ്റി വെക്കുക. ഇപ്പോൾ ബീഫ് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ മസാലയും ഉപ്പും എല്ലാം നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ബീഫ് എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇടുക. ഇവിടെ നമ്മൾ വേറെ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പല ബീഫിനും പല വേവായിരിക്കും. ചെറിയ വ്യത്യാസം വേവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. നല്ല മൂത്ത ബീഫാണെങ്കിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും. ഇച്ചിരി എളുപ്പമുള്ള ബീഫാണെങ്കിൽ പെട്ടെന്ന് വെന്തും കിട്ടും. അതുപോലെ തന്നെ ബീഫിലുള്ള വെള്ളം ചിലതിൽ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. ഞാനിപ്പം വേവിക്കുന്നതിനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ബീഫിൻ്റെ നെഞ്ചിൻ്റെ ഭാഗമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ കൂടുതൽ നെയ്യ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ഇപ്പോൾ തുടയുടെയൊക്കെ ഒരു പീസാണെങ്കിൽ നെയ്യൊന്നും ഇല്ലാത്ത നല്ല തുണ്ടൻ പീസായിട്ട് കിട്ടും, പക്ഷേ ആ നെഞ്ചിൻ്റെ അത്രയും വരുന്ന ടേസ്റ്റ് അതിനുണ്ടാകത്തില്ല. നമ്മൾ ബീഫ് മേടിക്കുമ്പം നെഞ്ചിൻ്റെയും കൂടെ ഇറച്ചി ചേർത്ത് മേടിച്ചു കഴിഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇവിടെ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും അതിലെ നെയ്യും ഉരുകി അതിൽ കിടന്ന് ബീഫ് നല്ലപോലെ വെന്ത് വന്നോളും. ഇപ്പം ബീഫിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും എടുക്കും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വെള്ളം നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറവുള്ള ബീഫാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. ഇവിടെ ബീഫിന് വെള്ളം കുറവായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൽ വെള്ളം കുറവാണെങ്കിൽ ഉള്ള വെള്ളം വറ്റി അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. ഇന്ന് ഞാൻ എടുത്ത ബീഫ് അത്യാവശ്യം നല്ല വേവുള്ള ബീഫായിരുന്നു. കറക്റ്റായിട്ട് ഇവിടെ 1 മണിക്കൂർ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വെള്ളമെല്ലാം വറ്റി ബീഫ് നല്ലപോലെ വെന്ത് ഗ്രേവിയെല്ലാം കുറുകി നല്ലപോലെ ബീഫിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ചെറുതായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് വിളമ്പാനായിട്ട് എടുക്കാം. ഈ സമയത്ത് ഗ്രേവിയൊക്കെ ഒന്നും കൂടെ കുറുകി ഇറച്ചിയിൽ നല്ലപോലെ പിടിച്ച് കിട്ടും. ശരിക്കും ഇത് തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം ചൂടാക്കി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കൊത്തിയറിഞ്ഞ സവാളയും കൂടി ഇട്ട് കഴിയുമ്പം സംഭവം റെഡി. ഈ ഒരു ബീഫ് റോസ്റ്റ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ പുളിശ്ശേരിയും കുറച്ച് തോരനും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പൊറോട്ട, അതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.